ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നിലമ്പൂരിൽ ഇനിയൊരു പകൽ കൂടിയേ കൊട്ടിക്കലാശിക്കാനുള്ളൂ. LDF-ഉം UDF-ഉം PV അൻവറും തമ്മിലുള്ള മത്സരത്തിൽ ആര് ജയിക്കും? ആദ്യം സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിറങ്ങിയ UDF അൻവറിന്റെ നീക്കമറിഞ്ഞ് പാർട്ടി ചിഹ്നത്തിൽ ഉള്ളതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഇറക്കിയ CPIM, അനാവശ്യ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞ് ഒടുവിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയ BJP. സംസ്ഥാനത്തെ സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലം. പക്ഷേ സംസ്ഥാനത്ത് 0.5% വോട്ടിനെ പോലും സ്വാധീനിക്കാൻ കെൽപ്പില്ലാത്ത ജമാഅത്തെ വിഷയത്തിൽ ചുറ്റിത്തിരിയുകയാണ്. ജമാഅത്തേക്ക് പഴയ ആദർശമില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ വെള്ളി വാക്കിൽ പൊള്ളുകയാണോ UDF? PDP പീഡിത പാർട്ടി എന്ന് പറയുന്ന CPIM-നെ P. ജയരാജന്റെ പുസ്തകമുയർത്തി തോൽപ്പിക്കാൻ UDF-നാകുന്നുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ലീഗിന് പരവതാനി വിരിച്ച് കാത്തിരുന്ന CPIM ലീഗിനെ ഇപ്പോൾ ജമാഅത്തെ തൊഴുത്തിൽ കെട്ടുന്നത് വലിയ പദ്ധതിയാണ്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിപ്പിടിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള കുശാഗ്രബുദ്ധിയാണ്. പ്രചാരണങ്ങളിൽ നിലമ്പൂർ മനസ്സുകൊണ്ട് ഏറ്റെടുക്കുന്നത് എന്ത് വിഷയമാകും? അടിയൊഴുക്കുകളോ എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് പ്രതിനിധി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് സാജിദ് ബാബു തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി, M. ജോസഫ് ജോൺ വെൽഫെയർ പാർട്ടി പ്രതിനിധി എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സാജിദ് ബാബുവിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് സാജിദ് ബാബു, ഈ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറാണ് പ്രധാന ഘടകമാവുക എന്ന വിലയിരുത്തൽ നിങ്ങൾക്കുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ തരത്തിൽ രണ്ട് മുന്നണിയിൽ നിന്നും വോട്ട് സമ്പാദിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണോ ഈ അവസാന മണിക്കൂറിലുള്ളത്? PV അൻവർ ജയിക്കില്ല, പക്ഷേ ആരുടെയെങ്കിലും പരാജയത്തിന് പ്രധാന ഹേതുവാകും എന്ന വിലയിരുത്തലാണ് രണ്ട് മുന്നണികളും നടത്തുന്നത്. ഈ നിമിഷം ഇപ്പോൾ ഈ അവസാന ദിവസം എന്താണ് പറയാനുള്ളത്? രണ്ട് മുന്നണികളുടെയും അസ്ഥാനത്താക്കിക്കൊണ്ട് PV അൻവർ നിലമ്പൂരിൽ ജയിക്കും. നിലമ്പൂരിലെ മത്സരം പിണറായിസവും നിലമ്പൂരിലെ ജനങ്ങളും തമ്മിലുള്ള മത്സരമാണ്. അതിൽ വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാകെ ദൃശ്യമാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രവുമല്ല, ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളാണ് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ നിയോജക മണ്ഡലത്തെ ബാധിക്കുന്ന വന്യജീവി പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവർ രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് തന്നെ ഈ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. ആ ഉദ്ദേശം കൃത്യമായി ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവിടെ ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയും PDP-യും അല്ല ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ PV അൻവർ ആദ്യം ഉന്നയിച്ച വിഷയങ്ങൾ, PV അൻവർ ആദ്യം പറഞ്ഞ വിഷയം, ആദ്യം ആരെയാണ് നേരിടുന്നത്? പിണറായി വിജയനെതിരെയാണ്. P. ശശിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. പോലീസും RSS-ഉം തമ്മിലുള്ള ബന്ധം പറഞ്ഞു. അങ്ങനെയാണല്ലോ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നത്. പിണറായിസത്തിനെതിരായ വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുകയും പിന്നീട് അത് VD സതീശിലേക്ക് മാറ്റിവെക്കുകയുമായിരുന്നല്ലോ. അപ്പോൾ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയും മുഖ്യമന്ത്രിയെയും ഒരുപോലെ ആക്രമിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വിഷയം ഉന്നയിക്കാൻ കഴിയുക? അത് യഥാർത്ഥത്തിൽ PV അൻവറിന് ഒരു ഫോക്കസ് ഇല്ല എന്ന വിലയിരുത്തലിലേക്കാണ് എത്തിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ശ്രീ VD സതീശനാണ്. ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം രാജിവെച്ചുകൊണ്ട് ഒരിക്കൽ പോലും അദ്ദേഹം മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് PV അൻവർ പിന്നിലാണെന്ന് നിങ്ങളിൽ പല മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് കാരണം? ഞങ്ങൾ 31-ാം തീയതി വരെ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. 1-ാം തീയതി വരെ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു പ്രത്യേക സാഹചര്യം, പിണറായിസത്തിനെതിരായി വലിയൊരു ജനവിധി ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചവരാണ് ഞങ്ങൾ. നിർഭാഗ്യവശാൽ ഈ UDF-ന്റെ ചില നേതാക്കളുടെ തെറ്റായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു മത്സരം നടന്നിട്ടുള്ളത്. പക്ഷേ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കാകെ അറിയാം ഈ വിഷയങ്ങളാകെ ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണ്, ഈ വിഷയങ്ങളിൽ PV അൻവർ എടുക്കുന്ന നിലപാടെന്താണ്, അതേപോലെ തന്നെ ഈ UDF എടുക്കുന്ന നിലപാടെന്താണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനം തിരിച്ചറിയുന്നുണ്ട്.
ആരാണ് കൃത്യമായി പിണറായിസത്തിനെതിരായിട്ട് പോരാടുന്നത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇതിൽ യാതൊരു കാപട്യവും PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം നേതൃത്വം നൽകുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളമോ ഇല്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ കാര്യങ്ങളിൽ മെല്ലെപ്പോക്കുണ്ടായിട്ടുള്ളത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം UDF-നാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, അപ്പോൾ UDF-നാണോ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുക, അപ്പുറത്തെ പിണറായിസത്തിനെതിരെയാണ് പോരാട്ടം എന്ന് പറയുക. അപ്പോൾ എന്തിനാണ് രാജിവെച്ചത് എന്നൊരു വിഷയമുണ്ടല്ലോ. രാജിവെച്ച വിഷയം ഊന്നിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പിലേക്ക് നിങ്ങൾ കടക്കുന്നത്. ബാക്കിയുള്ള വിഷയങ്ങൾ അവിടെ കടന്നു വരുന്നു. അപ്പോൾ ആരാണ് നിങ്ങളുടെ മുഖ്യ ശത്രു? ആരാണ് നിങ്ങളുടെ മുഖ്യ ശത്രു? ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് പിണറായിസമാണ്. ആ പിണറായിസത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാര്യങ്ങളാകെ അറിയാം. ഈ നാട്ടിലെ ജനങ്ങളോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി PV അൻവറിന്റെ പ്രസ്ഥാനവും ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് ഇത്തരത്തിലുള്ള ഒരു വികലമായ കാഴ്ചപ്പാട് ഇത് സംബന്ധിച്ച് രൂപപ്പെടുത്തിയതെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ അൻവറിന്റെ പിന്നാലെ അണിനിരക്കുന്നത്. പക്ഷേ അൻവർ ഈ നാടിനെ ചതിച്ചു എന്നാണോ മുഖ്യമന്ത്രി അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്ത് നിലമ്പൂർ ജനതയോട് പറഞ്ഞിട്ടുള്ളത് സാജിദ് ബാബു? 2021 ഈ നാട്ടിലെ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകി ഈ നിൽക്കുന്ന സമയത്ത് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ മുഖ്യമന്ത്രിയാണ് വഞ്ചിച്ചത്. അദ്ദേഹം ഈ മലപ്പുറം ജില്ലയെ കൂടുതൽ കേസുകളുള്ള ഒരു ജില്ലയാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി സുജിത് ദാസ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥന് 3.5 വർഷക്കാലത്തോളം കാലാവധി ഇവിടെ കൊടുത്തിട്ടുള്ളത് പിണറായി വിജയനാണ്. ഹിന്ദു പത്രത്തിന് അഭിമുഖം നൽകിക്കൊണ്ട് മലപ്പുറം ജില്ല ഒരു ക്രിമിനലുകളുടെ പ്രദേശമാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നത് ചെയ്തിട്ടുള്ളത് പിണറായി വിജയനാണ്. അങ്ങനെ ഏതെല്ലാം തരത്തിലാണോ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നത്, അതേപോലെ തന്നെ നിലമ്പൂർ സാജിദ് ബാബു PV അൻവറിന് തെളിയിക്കാനായി എന്തൊക്കെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്, P ശശിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആരോപണങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാനായി സാജിദ് ബാബു? PV അൻവർ വിജിലൻസ് സംവിധാനമല്ലല്ലോ. PV അൻവർ പരാതി കൊടുത്തു. വിജിലൻസ് സംവിധാനമല്ല ഞാൻ പറയുന്നത്. തെളിവുകൾ ഇതാ എന്ന് പറഞ്ഞാണല്ലോ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. അപ്പോൾ അങ്ങനെ ശക്തമായ തെളിവുകൾ നിരത്തണമല്ലോ. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എവിടെ? ആ അന്വേഷണം എവിടെ എത്തി? അതേപോലെ തന്നെ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ച ADGP-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജിലൻസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ പ്രഹസനം എവിടെ എത്തി? ഈ കാര്യങ്ങളെല്ലാം പരാതി കൊടുക്കുമ്പോഴും മുഖ്യമന്ത്രിയോട് പറയുമ്പോഴും ഞങ്ങൾ ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് അന്വേഷണത്തെ അട്ടിമറിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ ഭരണ നേതൃത്വവും സ്വീകരിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ കഴിയും. അല്ലാതെ എല്ലാ തെളിവുകളും തങ്ങളുടെ പക്കലുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടും നിരവധി വിഷയങ്ങൾ നിങ്ങൾ വാർത്താ സമ്മേളനങ്ങൾ ഉന്നയിച്ചു. ശരി തന്നെ. പക്ഷേ എന്തിന് PV അൻവറിനെ നിലമ്പൂർ ഇനി തിരഞ്ഞെടുക്കണം? കാരണം അദ്ദേഹം പറയുന്നു, അദ്ദേഹം സർക്കാരുമായി CPM-യുമായി തെറ്റിയ ശേഷം രാജിവെക്കും മുൻപ് തന്നെ തൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നില്ല, ഒരു പദ്ധതികളും അങ്ങോട്ട് തരുന്നില്ല, തൻ്റെ മണ്ഡലത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 7 മാസം ഇനി വിജയിച്ച് PV അൻവറിനെ അങ്ങോട്ട് നിയമസഭയിലേക്ക് എത്തിച്ചിട്ടും എന്ത് കാര്യം? ഒന്നും കിട്ടില്ല. ആ പ്രതികാരം തുടരില്ലേ? അൻവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ രാജിവെക്കുന്നത്. അൻവർ രാജിവെക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമുണ്ട്? മലപ്പുറം ജില്ലയിലെ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പോലീസിലെ സംഖ്യവൽക്കരണം, അങ്ങനെ അതേപോലെ തന്നെ വന്യജീവി പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ അൻവർ ഈ സമൂഹത്തിന്റെ മുമ്പാകെ ഉയർത്തിയിട്ടുണ്ട്. ആ ഉയർത്തിയ വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് അൻവറിന്റെ മിടുക്കാണ്. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഇടതു വലത് മുന്നണികൾ ഈ വിഷയം ചർച്ച ചെയ്യുമോ? ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും കേരളത്തിലാകെയും കാതലായി ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അൻവർ രാജിവെച്ചത്. വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ച ശേഷം ഞാൻ അടുത്ത അതിലേക്ക് പോകുന്നു. സാജിദ് ബാബു, ഇതൊക്കെ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ആത്യന്തികമായി ഈ 9 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച CPM-ന്റെ ഭാഗമായി തന്നെ പ്രവർത്തിച്ച PV അൻവറിന് CPM-ൽ നിന്നും ഒരാളെയെങ്കിലും അടർത്തിയെടുക്കാൻ കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ആത്യന്തികമായി സ്വാധീനിക്കേണ്ടത് അൻവർ ഇടപെട്ടിരുന്ന മേഖലയിലാണ്. അവിടെ നിന്ന് ഒരാളെയെങ്കിലും അടർത്തി മാറ്റാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ് അൻവറിനുള്ള ഈ ആത്മവിശ്വാസം? ഒട്ടേറെ CPIM-ന്റെ
അനുഭാവികളും പ്രവർത്തകരും അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടേറെ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി ആ കാര്യങ്ങൾ ബോധ്യപ്പെടും. ശരി, അതാണ് അൻവറിന്റെ ആത്മവിശ്വാസം. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇന്നിപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി എം സ്വരാജ് പറയുന്നു ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വികസന വിഷയങ്ങൾ, അതാണ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാകേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ വർഗീയ വിഷയങ്ങളിലേക്ക് പോയെന്ന്. ആര് കൊണ്ടുപോയി? വർഗീയ വിഷയങ്ങളിലേക്ക് ആര് കൊണ്ടുപോയി? വർഗീയ വിഷയങ്ങൾ ഇതാ ഈ അവസാന ദിവസവും അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത് ആരാണ്? ഞങ്ങൾ ഈ മണ്ഡലത്തിൽ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ആദ്യഘട്ടം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം 23-ാം തീയതിയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാമത് പ്രോഗ്രസ് റിപ്പോർട്ട് സംസ്ഥാനത്ത് സമർപ്പിച്ചത്, ജനങ്ങൾക്ക് സമർപ്പിച്ചത്. സോഷ്യൽ മീഡിയയിലെല്ലാം അത് വളരെ വ്യാപകമായി തന്നെ ആ പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട്. ജനങ്ങൾക്കെല്ലാം ഈ ഗവൺമെൻറ് ചെയ്ത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ചർച്ച ചെയ്യാനും, നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവ സമർപ്പിക്കുവാനും, അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും, ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഉള്ള അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പെങ്കും ഇല്ലാത്ത രൂപത്തിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഗവൺമെൻറ് പുറത്തിറക്കിയത്. 14 ജില്ലകളിലും ഇതിൻ്റെ അവലോകന യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തു. ജനങ്ങളെ നേരിട്ട് കണ്ടു, സംവദിച്ചു. അവർക്ക് പറയാനുള്ള നിർദ്ദേശങ്ങളെല്ലാം വീണ്ടും എഴുതിയെടുത്ത് തന്നെ പോകുന്നു. ആ സമയത്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ഈ വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. CPM-ന്റെ സ്ഥാനാർത്ഥി എവിടെ, OLX-ൽ തപ്പി, ഇന്നയാൾക്ക് മത്സരിക്കാൻ ധൈര്യമുണ്ടോ, മണ്ഡലം കമ്മിറ്റി ചുമതലപ്പെടുത്തിയില്ലേ, സംസ്ഥാന കമ്മിറ്റി ചുമതലപ്പെടുത്തിയില്ലേ, എന്നിട്ട് മത്സരിക്കാൻ മടി കാണിക്കുകയല്ലേ, അത് ധൈര്യമുണ്ടെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി ഉയർത്തിയത് UDF നേതൃത്വവും UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും തന്നെയാണ്. ആ ഘട്ടത്തിലും ഞങ്ങൾ വളരെ സംയമനത്തോടെ തന്നെയാണ് പ്രതികരിച്ചത്. ഞങ്ങൾ പറഞ്ഞു, വരുന്ന വെള്ളിയാഴ്ച മെയ് മാസം 30-ാം തീയതി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടും, ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വെച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കൃത്യമായി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിയുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങി. ഒരു ഘട്ടത്തിൽ പോലും വിവാദത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുവാനോ ഏതെങ്കിലും തരത്തിൽ ഒരു വികസനത്തിൻ്റെതല്ലാത്ത ഒരു വാക്ക് ഞങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. സാധാരണ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ കാണാറുണ്ട്, സ്വന്തം വീടിന് കല്ലെറിഞ്ഞിട്ട് അത് വലിയ ചർച്ചയാക്കി മാറ്റിയത്. ഒരു സ്ത്രീ മുടി മുറിച്ചിട്ട് അത് CPM-കാർ മുറിച്ചതാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സ്വന്തം വീടിൻ്റെ ഒരു ഭാഗം കത്തിച്ചിട്ട് അത് CPM-കാർ കത്തിച്ചതാണെന്ന് പറഞ്ഞത്. വാളയാർ കേസടക്കം വന്ന് ആ കേസിലെ ഒരമ്മയെ കൊണ്ടുവന്ന് എല്ലാ ജില്ലകളിലും പ്രസംഗിപ്പിച്ച് ആ തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചത്. അങ്ങനെ നിരവധി വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പല ഘട്ടങ്ങളിലും UDF കാണിച്ച ശ്രമം, അന്നൊക്കെ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു ഇടതുപക്ഷ നേതാവിൻ്റെ കയ്യിൽ നിന്നും ഒരു തരത്തിലും വിവാദപരമായിട്ടൊരു പ്രസ്താവന, ഒരു വാചകം, ഒരു വാക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വികസനത്തിൻ്റെതല്ലാത്ത രാഷ്ട്രീയം ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങളിൽ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതിനെ മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. പിണറായിസം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നാൽ ആ പിണറായിസം ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം എന്താ, ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതാണ് പിണറായിസമെങ്കിൽ ആ പിണറായിസം ഈ കേരളത്തിലുണ്ട്. എല്ലാവർക്കും വീട് കൊടുക്കുന്ന ലൈഫ് പദ്ധതി പൂർണ്ണമായി നടപ്പാക്കുന്നതാണോ പിണറായിസം? അങ്ങനെയെങ്കിൽ അതിവിടെ ഉണ്ട്. എല്ലാവർക്കും ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റുന്ന പട്ടയ വിതരണം കാര്യക്ഷമമാക്കുന്നത് പിണറായിസമാണോ? ഇവിടെയുണ്ട്. പണ്ട് ലാഭകരമല്ലെന്ന് പറഞ്ഞ സ്കൂളുകൾ അടച്ചുപൂട്ടി. 4632 സ്കൂളുകളാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അടച്ചുപൂട്ടിയത്. ഇവിടെ സ്കൂളുകളെല്ലാം ഏറ്റവും ഉജ്ജ്വലമായി ഹൈടെക് ആക്കി മാറ്റി എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത മാറ്റമുണ്ടാക്കുന്നതാണോ പിണറായിസം? ആ പിണറായിസം ഈ കേരളത്തിലുണ്ട്. ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ച ആശുപത്രികളും സേവനങ്ങളും ഉറപ്പുവരുത്തുന്നതാണോ പിണറായിസം? അതിവിടെയുണ്ട്. അതിദാരിദ്ര്യ സർവേ നടത്തി ഒരാൾ പോലും ദരിദ്രരല്ല ആകുന്ന സ്ഥിതി ഇല്ലാതെ നവംബർ 1 പട്ടിണിയില്ലാത്ത നാടായി നമ്മുടെ നാടിനെ മുദ്രാവാക്യമായതുപോലെ പിണറായിസം എന്ന വാക്ക് നിങ്ങൾക്ക് തന്നെയുള്ള ഒരു നേട്ടമാകുന്നു അല്ലെ? നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു വാക്കായി മാറുകയാണത്. പക്ഷേ ഞാൻ അതിലേക്ക് അത് കഴിഞ്ഞ ശേഷമുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി, അവർ ഇത്തവണ UDF-നാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നു. അവരുടെ വോട്ട് കിട്ടും എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ പോരായ്മകളുണ്ട്, കുഴപ്പങ്ങളുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ ഈ അവസാന നിമിഷവും എത്ര ശതമാനം അവർ വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം.
എത്ര ശതമാനത്തെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള കാര്യം അറിയാം. പക്ഷെ അപ്പോഴും വിശ്വാസികളുടെ വോട്ട് വേണം, വർഗീയവാദിയുടെ വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമി UDF ബാന്ധവമാണ്. ഇതിങ്ങനെ ആവർത്തിച്ച് നാളെ അവസാന നിമിഷം വരെയും ആ കാര്യത്തിൽ മാത്രം ഊന്നുന്നതിന് പിന്നിലെ ബുദ്ധി എന്താണ്? അത് തെറ്റാണ്. ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഊന്നുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അവർ ഉയർത്തിക്കൊണ്ടുവന്ന ചില മുദ്രാവാക്യങ്ങളിൽ രാഷ്ട്രീയപരമായിട്ട് അതിനെ മറുപടി കൊടുക്കാനും അതിനെ ചെറുക്കാനും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സുഹൃത്ത് ഇപ്പോൾ ആദ്യം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് എന്താ, മലപ്പുറം ജില്ലയിൽ ഒരു SP വന്നപ്പോൾ 3.5 കൊല്ലം കൊണ്ട് ഇത്ര കേസുകൾ പിടിച്ചു, അത് വലിയ പ്രശ്നമാണെന്നാ. ഈ നാട്ടിൽ ക്രൈം നടന്നാൽ, ആ ക്രൈം പിടിച്ചാൽ, കേസ് രജിസ്റ്റർ ചെയ്താൽ, പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ, ചിട്ടയായിട്ട് അതിന്റെ വിചാരണ പൂർത്തീകരിച്ചാൽ, ക്രിമിനലുകളെ ഒറ്റപ്പെടുത്തിയാൽ അത് വലിയ കുറ്റമായിട്ട് ഗവൺമെന്റിന്റെ തലയിലേക്ക് വയ്ക്കുക. എന്നാൽ ആ സുഹൃത്ത് കേൾക്കേണ്ടത്, കഴിഞ്ഞ 9 കൊല്ലമായി ഒരൊറ്റ വർഗീയ കലാപങ്ങൾ പോലും നടക്കാത്ത നാടാണ് നമ്മുടേത്. ക്രമസമാധാന പരിപാലനത്തിൽ ലോകത്തിന് മാതൃകയായ നാടാണ് നമ്മുടേത്. അതുപോലെ തന്നെ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർക്ക്, ജാതിയിൽപ്പെട്ടവർക്ക് ഒരു തരത്തിലും വിദ്വേഷമില്ലാതെ ജീവിക്കാൻ, അന്തസ്സോടെ ജീവിക്കാൻ പറ്റിയ സാഹചര്യം, അതൊക്കെ വലിയ തെറ്റായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അരുൺകുമാർ, പ്രശ്നമായത് മലപ്പുറത്ത് ആണ് ഏറ്റവും അധികം ക്രൈം ഉള്ളത്, അവിടെയാണ് സ്വർണ്ണക്കടത്തുള്ളത് എന്ന രൂപത്തിൽ പറഞ്ഞു എന്നുള്ളതാണോ വിഷയമാകുന്നത്? അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ട് അതേപടി വിശ്വസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അത് പ്രതികരണമായി കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ചാണ് PV അൻവർ സൂചിപ്പിച്ചത്. അതാണ് പിന്നീട് പ്രതിപക്ഷം ഏറ്റുപിടിക്കുന്നത്. കഴിഞ്ഞോ, ഒരു പോലീസുകാരൻ കൊടുക്കുന്ന റിപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ? താങ്കൾ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകയാണല്ലോ. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഉണ്ട്. ആ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രാജ്യത്ത് നടക്കുന്ന ഓരോ ക്രൈമും പോലീസ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് SP തലത്തിൽ അന്വേഷിച്ചാൽ, കാരണം ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ട് റൂറൽ പോലീസും സിറ്റിയിലെ പോലീസും കൺക്ലൂഡ് ചെയ്യും. അവരുടെ പോലീസ് അതിർത്തിയിൽ എത്രയാണോ കേസ് വരുന്നത്, അത്തരത്തിൽ കൺക്ലൂഡ് ചെയ്ത ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഭാഗമായി രാജ്യത്ത് പ്രസിദ്ധീകരിക്കുന്ന കണക്ക് പ്രകാരം ക്രൈം എത്ര, മനസ്സിലാക്കുന്നതിന് എങ്ങനെയാണ് വിശദീകരിക്കുക? ഞാൻ പറയാം, അങ്ങ് സമയം തന്നാൽ മതി. ഓരോ ജില്ലയിലെയും ഓരോ റൂറൽ പോലീസ് അതിർത്തിയിലെയും കേസിന്റെ റെക്കോർഡ്സ് നമുക്ക് കൃത്യമായി നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഒരു വിമാനത്താവളം വഴി ഇപ്പൊ സംസ്ഥാനത്ത് പ്രധാനമായും തിരുവനന്തപുരം വിമാനത്താവളം, നെടുമ്പാശ്ശേരി വിമാനത്താവളം, കരിപ്പൂർ വിമാനത്താവളം, കണ്ണൂർ വിമാനത്താവളം, ഈ 4 വിമാനത്താവളങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഈ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്ന കണക്കെടുക്കുക കേസുകളുടെ. അതിൽ സ്വർണ്ണക്കള്ളക്കടത്തും മറ്റ് ഹവാല പണത്തിന്റെ കേസെടുക്കുക. അത്തരത്തിൽ വസ്തുതകൾ വച്ചുകൊണ്ട് ഇന്ന വിമാനത്താവളം വഴി ഇന്ന വർഷം ഇത്ര ക്രൈം നടന്നിട്ടുണ്ട്, അത് മുൻ വർഷങ്ങളിൽ നടന്ന ക്രൈമിനേക്കാൾ എണ്ണം കൂടുതലാണ്, അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള വസ്തുക്കൾ, അത് സ്വർണമായാലും പണമായാലും അതിന്റെ തോതിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്ന കണക്കുകൾ പൊതുസമൂഹത്തിലുള്ളതാണ്. ജനങ്ങൾക്കെതിരല്ല. അല്ല, ഒരു ദേശീയ മാധ്യമത്തിന് നൽകുന്ന അഭിമുഖത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി അത് പ്രതികരിക്കുന്നതിൽ ദുരർത്ഥമുണ്ട്, ദുസ്സൂചനകളുണ്ട്, അല്ലെങ്കിൽ മറ്റാരുടെയോ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അതാണ് ഇപ്പോൾ നിലമ്പൂരിൽ പ്രധാനപ്പെട്ട വിഷയമായി PV അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തത്, PV അൻവറിന് അവിടെ സ്വാധീനമുണ്ട് എന്ന് അഡ്വക്കേറ്റ് സാജിദ് ബാബു വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുകയാണ്. അരുൺകുമാർ, കഴിഞ്ഞ 9 വർഷവും CPM-മായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുകയായിരുന്നു PV അൻവർ. അദ്ദേഹം ഒരു സ്വതന്ത്രനായിരുന്നെങ്കിലും അവിടെ പാർട്ടിക്കാരൻ എന്ന മട്ടിൽ തന്നെ പാർട്ടിയുടെ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും, പാർട്ടി ചുറ്റുവട്ടത്തിന്റെ തടസ്സങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് PV അൻവറിന്. സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർക്കിടയിൽ PV അൻവറിന് ഒരു സ്വാധീനം ഉണ്ടാകും. ആ സ്വാധീനം എന്ന് പറയുന്നത് നിങ്ങൾ ചോദിക്കും പോലെ അൻവറിന്റെ പാർട്ടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം. അങ്ങനെ പരസ്യമായി പ്രകടിപ്പിക്കാതെ ഉള്ളിൽ കൊണ്ടു നടന്ന് PV അൻവറിനുള്ള അതേ വികാരം വോട്ടെടുപ്പിൽ പ്രകടിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന സഖാക്കളുമുണ്ട് എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനുള്ളത്. അതിനെന്താണ് മറുപടി? അങ്ങ് ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞില്ല. ഞാൻ ഒരു മിനിറ്റോടെ മതി. അതായത്, എവിടെയെങ്കിലും ക്രൈം നടന്നു, ഇത്ര ക്രൈമുണ്ട്, അതിൽ ഇത്ര തൊണ്ടി മുതലുണ്ട് എന്ന് പറയുമ്പോൾ അത് എന്നെ ഉദ്ദേശിച്ചാണ്, അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് ചിലർക്ക് തോന്നുന്നു. ആ തോന്നുന്നതിൽ തന്നെ ഒരു പെശകുണ്ട്. ഏതെങ്കിലും ക്രൈം നടത്തുന്ന തെമ്മാടികളെ, അതുപോലെ തന്നെ ഇത്തരത്തിൽ കള്ളക്കച്ചവടക്കാരെ, അതുപോലെ തന്നെ ഇത്തരത്തിൽ സ്മഗ്ലിംഗ് നടത്തുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് കൊള്ളാം, നല്ലത് എന്ന് പറയുന്നതിന് പകരം ഇത്ര കേസ് പിടിച്ചല്ലോ, അതിൽ ഇത്ര സ്വർണം ഇൻവോൾവഡ് ആയല്ലോ,
അത് ഇപ്പൊ എന്തിനാ കൂടുതൽ പിടിച്ചത്, അത് പിടിച്ചത് ശരിയായോ എന്ന് ചോദിച്ച് അതിനെ കുറ്റം പറയുന്നതാണ് മഹാ അപരാധം. ഒരു കള്ളക്കടത്തുകാരനെ കുറിച്ചോ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കൊള്ള സംഘത്തെ കുറിച്ചല്ലോ പറഞ്ഞത് മുഖ്യമന്ത്രി. ഒരു ജില്ലയുമായി ബന്ധപ്പെട്ട കണക്കാണല്ലോ പ്രത്യേകം എടുത്തു പറയുന്നത്. അതിൽ താല്പര്യമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യത്തിലുള്ള മറുപടി കൂടി പറഞ്ഞാൽ അടുത്ത ആളിലേക്ക് പോകാം. അല്ല, അതിലേക്ക് പോകാം. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു ജില്ല ക്രൈം ചെയ്യില്ലല്ലോ. ജില്ല എന്ന് പറഞ്ഞത് നമുക്കറിയാം ജില്ല എന്താണെന്ന്. ആ ജില്ലയിലുള്ള വിവിധ ആളുകളായിരിക്കുമല്ലോ ക്രൈം ചെയ്യുക. ആ ക്രൈമല്ലേ കണക്ക് വരിക. ആ ക്രൈം പൊതുസമൂഹത്തിലുള്ളത് തന്നെയാണ്. എത്ര തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാലും സത്യസന്ധമായിട്ട് ജീവിക്കുന്ന, ജനാധിപത്യപരമായിട്ട് ജീവിക്കുന്ന, കുറ്റകൃത്യങ്ങളിൽ പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. കുറ്റകൃത്യം തൊഴിലാക്കി മാറ്റിയവർക്ക് ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അവർ ആ പ്രശ്നം വീണ്ടും വീണ്ടും ഉയർത്തും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ആത്മവിശ്വാസമുണ്ട്, CPM-ന്റെ വോട്ട് കിട്ടും എന്നൊക്കെ ഏതൊരു സ്ഥാനാർത്ഥിക്കും ആത്മവിശ്വാസമാകാം. ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ആത്മവിശ്വാസമാകാം. ചിലർക്ക് ആത്മവിശ്വാസം കൂടുതലുള്ളവരുണ്ട്, കുറഞ്ഞുള്ളവരുണ്ട്. ഒറ്റ കാര്യം, 2 ഏരിയ കമ്മിറ്റികളാണല്ലോ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഒരൊറ്റ ഏരിയ കമ്മിറ്റി മെമ്പറെ അവർക്ക് കിട്ടിയില്ല. 10-15 ലോക്കൽ കമ്മിറ്റികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റിയുടെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തെ അൻവറിന്റെ കൂടെ കൂട്ടാൻ കിട്ടിയില്ലല്ലോ. 10,000-4,000-ഓളം പാർട്ടി മെമ്പർമാരുണ്ടല്ലോ. പേരിന് ഒരു പാർട്ടി അംഗത്തെ പോലും ശ്രീ PV അൻവർ പോയപ്പോൾ കൂടെ കൂട്ടാൻ, വലത് കൈ പിടിക്കാൻ ഇടത് കൈ പിടിക്കാൻ കൂടെ കിട്ടിയില്ലല്ലോ. ഇപ്പൊ പറയുന്നത് ചില അനുഭാവികൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അതൊക്കെ സ്വപ്നം കണ്ടോളുക. നല്ല നല്ല സ്വപ്നം കാണുക എന്നുള്ളത് എല്ലാ ജനങ്ങളുടെയും ഒരു പ്രത്യേകതയാണ്. സ്വപ്നം കണ്ടോട്ടെ. പിന്നെ 9 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നയാൾ, അവിടെ തന്നെ താമസിക്കുന്നയാൾ, പണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നയാൾ, നിരവധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാൾ, വ്യക്തിബന്ധമുള്ളയാൾ, ചിലപ്പോൾ വോട്ടൊക്കെ കിട്ടും. അത് കിട്ടിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിള്ളലും ഉണ്ടാവില്ല. നിങ്ങളുടെ വോട്ട് എത്ര പോകും? പാർട്ടി വോട്ട് അല്ലല്ല അരുൺകുമാർ, പാർട്ടി വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം നിലമ്പൂരിൽ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അധിക വോട്ട് എവിടെ നിന്നാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇടതുപക്ഷ മനസ്സുള്ളവരുടെ ഒറ്റ വോട്ട് പോവില്ല. അത് തൂത്തു തുടച്ചു വാരി ഞങ്ങൾ അങ്ങ് എടുക്കും. ഈ ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് പറയുമ്പോൾ വല്ല നേട്ടം ഉണ്ടാവും? ജയിക്കാൻ വേണ്ടി വോട്ട് ജമാഅത്തെ ഇസ്ലാമി കുറച്ച് ഉറച്ച് നാളെ വൈകുന്നേരം വരെ പറഞ്ഞാൽ നേട്ടം ഉണ്ടാവുമോ? അല്ല, ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്ന രാഷ്ട്രീയം ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തീരുന്ന സമയം വരെയല്ല. ഞങ്ങൾ ആ രാഷ്ട്രീയം എന്നും പറയും. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും പറയും, ജയിച്ചാലും പറയും. 2026 കൂടി വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാണത് അല്ലേ? 26 ആയാലും 31 ആയാലും ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അത് തെരഞ്ഞെടുപ്പുകൾ നോക്കിയിട്ടല്ല ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഏത് സമയത്ത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. പിന്തുണയ്ക്കുന്നവർ എങ്ങനെയാണല്ലോ തെരഞ്ഞെടുപ്പുകൾ നോക്കി, സ്ഥാനാർത്ഥിയെ നോക്കിയൊക്കെയാണ് പിന്തുണ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകുമ്പോൾ നല്ലവർ, നിങ്ങൾക്ക് നൽകാത്തപ്പോൾ വർഗീയവാദികൾ. ഇതാണല്ലോ അതിന് പിന്നിലെ നിങ്ങൾ പറയുന്ന ഒരു വാദം. ഞാൻ വരാം. ഞാൻ അടുത്ത 2 പേരിലേക്കും പോകേണ്ടതുണ്ട്, ലീഗ് പ്രതിനിധിയിലേക്കും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടി പ്രതിനിധിയിലേക്കും. ശരി, വേഗം പോയിക്കോളൂ. അര മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്തോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 99 സീറ്റാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 കേരളത്തിലെ ജനത നൽകിയത്. അത് 99 ഞങ്ങൾക്ക് ഉണ്ടാകും. സഖാവ് M സ്വരാജ് വീണ്ടും നിയമസഭയിലേക്ക് എത്തും. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഏതു പദവിയും ഏൽപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വം എന്ന രൂപത്തിൽ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് നിലമ്പൂരിലെ ജനത ശിരസാ വഹിച്ച് ഏറ്റെടുക്കും. അതിൽ ഒരു സംശയമില്ല. ഞങ്ങളുടെ വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് പൂർണ്ണമായിട്ടുള്ള അംഗീകാരം ഈ ജനങ്ങൾ നൽകും. ശരി. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ്. പ്രത്യേകിച്ച് വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു. പക്ഷേ ആ വിഷയങ്ങളൊക്കെ എത്രത്തോളം നന്നായി ഉന്നയിക്കാനും അത് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയവുമാക്കാനും UDF-ന് സാധിച്ചിട്ടുണ്ടെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇനിയിപ്പോൾ നാളത്തെ ഒരു പകൽ കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷേ ഈ ജമാഅത്തെ വിഷയം അത് ഒരു തന്ത്രമായി CPM എടുക്കുന്നു. ആ തന്ത്രത്തിൽ, ആ കെണിയിൽ നിങ്ങൾ വീണു പോവുകയും അതിനെന്നും മറുപടി പറഞ്ഞ് പോവുകയും ചെയ്യുമ്പോൾ അതിൽ ചോർന്നു പോകുന്ന വോട്ടുകളുമുണ്ടല്ലോ. അത് നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടവുമാണല്ലോ. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സ്മൃതി, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു സ്വഭാവം നമുക്കറിയാലോ. പല തലങ്ങളിൽ അത് നടക്കും. അതിലൊന്നാണ് ഇത്മട്ടിൽ ചാനലുകളിലായാലും പിന്നെ നമുക്ക് പൊതുവായി നടക്കുന്ന പബ്ലിക് ഡിബേറ്റുകൾ. ഞങ്ങൾക്കിവിടെ അതല്ലാത്ത ക്യാമ്പയിൻ സ്ട്രാറ്റജിയും ഉണ്ട്. വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയേണ്ടുന്ന രാഷ്ട്രീയം എന്താണോ
അത് ജനങ്ങളോട് സംസാരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ ആവർത്തിച്ച് വരുന്നത്. ഞാൻ ഇന്നേതായാലും വല്ലാതെ അതിൽ ചുറ്റിത്തിരിയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, LDF എന്ന് CPM പറഞ്ഞതിനേക്കാൾ, സ്വന്തം പാർട്ടിയുടെ പേരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞതിനേക്കാൾ ജമാഅത്തെ ഇസ്ലാമി എന്നും വെൽഫെയർ പാർട്ടി എന്നും അവർ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണിത്. സ്വന്തം പാർട്ടിയുടെ പേര് പറയാൻ അവർക്ക് നേരമേ കിട്ടിയിട്ടില്ല. ഇപ്പൊ 2026 മുൻനിർത്തിയിട്ടാണല്ലോ ചർച്ച. ഒരൊറ്റ രാഷ്ട്രീയ ചോദ്യമേ ഉള്ളൂ. 2026 കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കും. നേരത്തെ അവിടെ തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ, ഇതേ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് അങ്ങോട്ട് പോയി CPM-ന്റെ സ്ഥാനാർത്ഥികൾ ചോദിച്ചു വാങ്ങിയ അനുഭവങ്ങൾ തെളിവ് സഹിതം ഈ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ പോകട്ടെ, വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിനകത്തോ കേരളത്തിന് വെളിയിലോ, തമിഴ്നാട്ടിലാവട്ടെ പശ്ചിമ ബംഗാളിലാവട്ടെ രാജസ്ഥാനിലാവട്ടെ, വെൽഫെയർ പാർട്ടിയോ ജമാഅത്തെ ഇസ്ലാമിയോ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ അവരുടെ പിന്തുണ ഞങ്ങൾ ഏത് മുന്നണിയുടെ ഭാഗമായാലും വേണ്ട എന്ന് പറയാൻ CPM ഇന്നെങ്കിലും തയ്യാറാകുമോ എന്നൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞങ്ങൾ ഇതിൽ എവിടെയും ചുറ്റിത്തിരിഞ്ഞിട്ടില്ല. ഞങ്ങൾ സംഘടിപ്പിച്ചുള്ള വലിയ ജനപങ്കാളിത്തമുള്ള നൂറുകണക്കിന് കുടുംബയോഗങ്ങളിൽ ഈ നിലമ്പൂർ ചർച്ച ചെയ്യേണ്ടുന്ന രാഷ്ട്രീയം വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അവരുടെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് ഞങ്ങൾ വോട്ട് വാങ്ങുന്നതെന്ന് ഇവിടുത്തെ LDF-ന്റെ പ്രതിനിധി പറഞ്ഞല്ലോ. ജൂൺ മാസം 12-ാം തീയതിയാണ് സ്മൃതി ആ രണ്ടു കൂട്ടരും നിലമ്പൂരിൽ പ്രചരണത്തിലെത്തിയത്. ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം അവിടെ ഒരു ഉത്തരവ് ഒപ്പുവെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ 12 അംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ സാലറി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നത്. അന്ന് തന്നെയാണ് ആ സമരം ചെയ്ത ആശമാരും നിലമ്പൂരിലെത്തിയത്. അവരെ നമുക്ക് SUCA-ക്കാരെന്ന് വിളിക്കാം, പാട്ടപ്പിരിവ് സമരക്കാരെന്ന് വിളിക്കാം. പക്ഷെ അവർ സമരം ചെയ്യുന്ന ഞങ്ങൾ 500 പേരുടെ കൂലിയാ കൂട്ടിത്ത എന്നൊരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല. അവരാവശ്യപ്പെട്ടത് കേരളത്തിൽ ജോലി ചെയ്യുന്ന 26,000-ഓളം വരുന്ന ആശമാർക്ക് നിങ്ങൾ ഒരു 100 രൂപയെങ്കിലും ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുമോ, ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കുമോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഞങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ്. എന്നാൽ സമരം നടക്കുന്ന കാലയളവിലാണ് PSC മെമ്പർമാരുടെ ഇത് വർദ്ധിപ്പിച്ചത്. സർക്കാരിന്റെ 4-ാം വാർഷികം 100 കോടി ചെലവാക്കി ആഘോഷിച്ചത്. ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തിന്റെ സ്ലോ മോഷൻ വീഡിയോ പ്രചരിപ്പിക്കാനും ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനും PRD ഡിപ്പാർട്ട്മെന്റിന് പുറമെ ചുമതലപ്പെടുത്തിയ ഈ സോഷ്യൽ മീഡിയ ടീമിന് ഈ ശമ്പള വർധനവ് നടത്തിയത്. അത് ഞങ്ങളിവിടെ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. വയനാടിലെ മുണ്ടക്കൈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ ഭൗതികാവശിഷ്ടങ്ങൾ, അവരുടെ ഭൗതിക ശരീരങ്ങൾ ഏറ്റുവാങ്ങിയത് നിലമ്പൂരിലെ പോത്തുകല്ലായിരുന്നു. ചിലപ്പോൾ അത് ശിരസറ്റ ഒരു ഉടലായിരിക്കും, ചിലപ്പോൾ ഉടലറ്റ ഒരു ശിരസായിരിക്കും, ചിലപ്പോൾ അറ്റുപോയ കയ്യോ കാലോ ആയിരിക്കും. ആ ദുരന്തത്തിന് 1 വർഷത്തിന് പുറത്ത് അവരുടെ വാടക മുടങ്ങിയിരിക്കുന്നു, അവരുടെ നിത്യച്ചെലവ് മുടങ്ങിയിരിക്കുന്നു, അവരുടെ ചികിത്സ മുടങ്ങിയിരിക്കുന്നു, ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ടുന്ന സഹായങ്ങൾ മുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം മുടങ്ങുമ്പോൾ ഇപ്പൊ ചാലിയാറിലൂടെ വയനാട്ടിൽ നിന്ന് കുലം കുത്തി ഒഴുകി നിലമ്പൂരിലേക്ക് വരുന്നത് ആ പ്രളയത്തിൽ ബാധിക്കപ്പെട്ട മനുഷ്യരുടെ കണ്ണീരാണ്. ആ കണ്ണീരിന് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ പകരം ചോദിക്കണം. നിങ്ങളുടെ പ്രചാരണത്തിൽ പ്രധാനപ്പെട്ട വിഷയമാകാതെ പ്രശ്നം കൂടിയുണ്ടല്ലോ അഡ്വക്കേറ്റ് ഷിബു മീരാൻ. സ്മൃതി, അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഞങ്ങളുടെ ക്യാമ്പയിന്റെ 3-4 തലങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട്, ഇവിടെ കുടുംബയോഗങ്ങളാകട്ടെ, ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളാകട്ടെ, ഇവിടെയൊക്കെ വളരെ കൃത്യമായി പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ പറയുന്നു, നിലമ്പൂരിലെ വോട്ടർമാരോട് ഞങ്ങളത് കൺവേ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ ആത്മവിശ്വാസം അസ്ഥാനത്തല്ല എന്ന് ജൂൺ മാസം 23-ാം തീയതി കേരളത്തിന് ബോധ്യപ്പെടും. എണ്ണയിട്ട യന്ത്രം കണക്കെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി ഇവിടുത്തെ വന്യജീവി വിഷയങ്ങളടക്കം ആരാണ് ഇവിടെ പറഞ്ഞല്ലോ, വിവാദങ്ങൾക്ക് പുറകെ ഞങ്ങൾ പോയിട്ടില്ല. വിവാദങ്ങൾ ഇവർ ഉണ്ടാക്കിയായിരുന്നു. ഈ ദിവസങ്ങളിലാണ് 15 വയസ്സുള്ള ഒരു കുട്ടി പന്നിക്കണിയിൽ പെട്ട് ഷോക്കേറ്റ് മരിച്ചത്. അത് ഒരു ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് അത് വിഴുങ്ങേണ്ടി വന്നില്ലേ? ഇനി ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വിഴുങ്ങേണ്ടി വന്നല്ലോ. ഇന്നലെ പറഞ്ഞല്ലോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കാത്ത കൂട്ടരാണിവർ. എല്ലാ ദിവസവും രാവിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പത്രക്കാരെ കാണുന്നുണ്ട്. ഇന്നലെ രാവിലെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആരെയും പാക് അനുകൂലികളാക്കുന്ന സമീപനം ഞങ്ങൾക്കില്ല. ഗോവിന്ദ മാഷ് ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞത് എന്ന് എനിക്ക് അറിയില്ല എന്നാണ്. സ്ഥാനാർത്ഥികൾ മിതമായി സംസാരിക്കുക എന്നുള്ളത് UDF-ന്റെയും തന്ത്രമാണ്. 2 സ്ഥാനാർത്ഥികളും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല. അത് പറയാൻ മറ്റു നേതാക്കളുണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ അത് പറയുന്നില്ല. സ്ഥാനാർത്ഥികൾ പറയുന്നതല്ല ഇപ്പോൾ നേതാക്കൾ പറയുന്നത് നമ്മൾ കാണുന്നതാണല്ലോ. MV ഗോവിന്ദനായാലും അപ്പുറത്ത് VD സതീശനായാലും.
പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ കഴിയാത്ത അതിരുകടന്ന ഒരു പ്രസ്താവന. അത് വന്നത് വസ്തുതാവിരുദ്ധമായ ഒന്ന്. അത് വന്നത് ഗോവിന്ദ മാഷ്ട ഭാഗത്തു നിന്നാണ്. നേരത്തെ വന്നത് വനം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്താണ്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ക്യാമ്പയിൻ പിഴച്ചത് അവർക്കാണ്. ഈ പറയുന്ന ഭരണ നേട്ടങ്ങൾ ഒന്നും പറയാതെ ആദ്യാവസാനം ഒരേ ഒരു കാര്യം പറഞ്ഞ് അവർ തെരഞ്ഞെടുപ്പിന് നേരിട്ട് എന്താണ് നിങ്ങൾ മുസ്ലിം ലീഗ് അവിടുത്തെ ന്യൂനപക്ഷ വോട്ട് പൂർണ്ണമായും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ, അതിനുള്ള പ്രവർത്തനം നിങ്ങൾ അവിടെ നടത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംവിധാനം, ആ സംവിധാനത്തിന്റെ പിന്തുണ സ്വീകരിക്കുമ്പോൾ അവർ ഇപ്പോൾ പഴയ നിലപാടിലല്ല എന്നുകൂടി കൂടുതൽ ആയിട്ട് ചില നേതാക്കൾ നിങ്ങളിൽ നിന്ന് പ്രതികരണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം വിഭാഗത്തിൽ തന്നെയാണ് അതിൽ പ്രതിഷേധമുണ്ടാകുന്നത്. ഇപ്പോൾ AP വിഭാഗം, കാന്തപുരം വിഭാഗം കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പമാണ്. പക്ഷെ അവരുടെ തുടരെയുള്ള പ്രസ്താവനകളുണ്ട്. ആ പ്രസ്താവനകൾ അങ്ങനെ പ്രത്യേകിച്ച് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന നിലപാടില്ലാത്ത മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, ആളുകൾക്കിടയിൽ ഒരു സംശയം ജനിപ്പിക്കാമല്ലോ. ഇത്തവണ എന്ത് ചെയ്യണമെന്നൊരു സംശയം ജനിപ്പിക്കാമല്ലോ. അതിന് ഉള്ള ഒരു ഇടവരുത്തുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല. അപ്പോൾ ആ വോട്ട് ഭിന്നിക്കുന്നു. അപ്പുറത്ത് UDF കിട്ടിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ വോട്ട്, ആ ഭൂരിപക്ഷ വോട്ട് പൂർണ്ണമായും കിട്ടാനുള്ളൊരു തന്ത്രം കൂടിയാണ് അവിടെ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നിലമ്പൂരിൽ നിൽക്കില്ല എന്ന്. സ്മൃതി, വളരെ കൃത്യമായ തിരിച്ചറിവ് ആ വിഷയത്തിൽ ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇവിടെ CPM പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. ഇവരെല്ലാ കാലത്തും ഇത്തരത്തിൽ വൈകാരികമായ വിഷയങ്ങൾ എറിഞ്ഞുകൊടുത്താൽ അതിൻ്റെ പിറകെ വരുന്നവരാണ് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് തെറ്റിദ്ധരിച്ചാണ് എല്ലാ കാലത്തും ഇവർ വലവീശിയിട്ടുള്ളത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്നങ്ങോട്ട് പറഞ്ഞു പേടിച്ചാൽ ബാക്കി എല്ലാ രാഷ്ട്രീയ ബോധ്യങ്ങളും അടിയറ വെച്ച് ഇവിടുത്തെ മതസമുദായിക സംഘടനകൾ മുഴുവനും, മുസ്ലിങ്ങൾ മുഴുവനും ഇടതുപക്ഷത്തിന്റെ പുറകെ പോകും എന്ന ധാരണ യഥാർത്ഥത്തിൽ തെറ്റാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഈ യൂണിഫോം സിവിൽ കോഡ്, ഫലസ്തീൻ തുടങ്ങിയ വൈകാരിക വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇവരൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചതും അത് പരാജയപ്പെട്ടപ്പോൾ ആ കാർഡ് മടക്കി കയ്യിൽ വെച്ചിട്ട് ഇവിടുത്തെ മനുഷ്യന്മാരെ ഭീകരവാദികൾ എന്ന് വിളിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് നമ്മൾ കണ്ടതല്ലേ. ഓവർ റീഡിംഗ് ആണ് CPM സംബന്ധിച്ചിടത്തോളം. വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് അവര് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി വളരെ കൃത്യമായി സാമ്രാജ്യത്വ വിരുദ്ധമായ, ഫാഷിസ്റ്റ് വിരുദ്ധമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോകുന്നവരാണ്. എത്ര വിവേകത്തോടെയാണ് ആ മനുഷ്യർ എല്ലാ കാലത്തും വോട്ട് ചെയ്തതെന്ന് പരിശോധിച്ച്. ഈ നിലമ്പൂരിലാവട്ടെ മലപ്പുറത്ത് എവിടെയും ആവട്ടെ BJPക്കെതിരെ കൃത്യമായി, പിന്നെ കോൺഗ്രസിന്റെ കൂടെയുള്ള നിലപാടുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രീണന ക്യാമ്പയിൻ അവസാനിപ്പിച്ച് നേർക്കുനേരെ സംഘപരിവാറിനെ തോൽപ്പിക്കുന്ന മുസ്ലിം വിദ്വേഷ ക്യാമ്പയിൻ CPM ഏറ്റെടുത്തതിലുള്ള വലിയ അമർഷം അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക്, മതനിരപേക്ഷവാദികൾക്ക് അതുണ്ട്. മലപ്പുറത്തെ പറ്റി CPM 4 ഭള്ളു പറയുമ്പോൾ, തീവ്രവാദികൾ എന്ന് വിളിക്കുമ്പോൾ, ഇറ്റ്സ് നോട്ട് എ മുസ്ലിം ഇഷ്യൂ. ഇത് അതല്ല, മുസ്ലിങ്ങളല്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന ജില്ലയാണ്. അത് അവരുടെ കൂടി കൺസേൺ ആണ്, അവരുടെ കൂടി പ്രതിഷേധത്തിന്റെ ചൂട് ഈ തെറ്റായ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ പേരിൽ വളരെ അച്ചടക്കത്തോടെ നടക്കേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് അടിമുടി ഇസ്ലാമോഫോബിക്ക് മാറ്റാൻ ശ്രമിച്ചതിന്റെ വില ഈ തെരഞ്ഞെടുപ്പിലും CPM കൊടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് കൊടുത്തു, ഈ നിലമ്പൂരിലും അത് കൊടുക്കും, വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും. കേരളത്തിൽ നമുക്ക് പരിചയമില്ലാത്ത ഈ വർഗീയ കാർഡ്, ഈ ഇസ്ലാമോഫോബിക് പൊളിറ്റിക്സിന്റെ കാർഡ് ഇറക്കി കളിച്ചതിന് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളും CPM വിചാരണ ചെയ്യുന്നത്, ശിക്ഷിക്കുന്നത് നാം കാണുമെന്ന് സ്മൃതി ഞാൻ തറപ്പിച്ചു പറയുന്നു. ശരി, ഞാൻ ഇനി വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ M. ജോസഫ് ജോൺ, വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി, താങ്കളുടെ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി എന്ന സംവിധാനം, ഇതൊക്കെ ഉള്ളതിൽ കൂടുതൽ വലിപ്പം നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ സംവിധാനത്തിനെയും ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ കൽപ്പിച്ചു തരികയാണോ? ജമാഅത്തെ ഇസ്ലാമി എല്ലാം നിർണ്ണയിക്കുന്നു എന്ന രൂപത്തിലായി കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂരിലെ ചർച്ചകൾ. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഒരു തോന്നൽ എന്താണ്? നിങ്ങൾ അത്രയ്ക്ക് വലിയ പാർട്ടിയായോ? ഞങ്ങളുടെ പാർട്ടി എത്രയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. ഇവിടുത്തെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ്, അതിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? ഒന്നാമതായിട്ട്, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്? കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF മുന്നണിയുടെ ഒരു സിറ്റിംഗ് MLA ചില പ്രധാനപ്പെട്ട ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നതിൻ്റെ മുന്നോടിയായി അദ്ദേഹം ഭരണത്തിനെതിരായി, ഭരണകൂടത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക, ആഭ്യന്തര നയങ്ങൾക്കെതിരായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ RSSന് പണയം വയ്ക്കുന്നതിനെ സംബന്ധിച്ച്
കേരളം ഒരു വലിയ തകർച്ചയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന മുന്നറിയിപ്പ് വെച്ചുകൊണ്ട് അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ ആരോപണങ്ങൾക്ക് ഒന്നും മറുപടി പറയാതെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ ഇടയായ സാഹചര്യത്തെ CPM പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തങ്ങളുടെ തന്നെ മുന്നണിയിലെ ഒരു MLA രാജിവെക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അഥവാ ഈ തെരഞ്ഞെടുപ്പിന് കാരണമായ യഥാർത്ഥ ആരോപണങ്ങൾ, അതിനൊന്നിനു പോലും ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കുന്നതാണല്ലോ വലിയ വിവാദമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള സ്ക്രീനിൽ ഗോവിന്ദ മാഷ് വിശ്വാസികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ആരാണ് വിശ്വാസി അവിശ്വാസി എന്നൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? പാർട്ടി സെക്രട്ടറി ആണോ കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെ അവിശ്വാസത്തെയൊക്കെ തീരുമാനിക്കുന്നത്? ഇപ്പോൾ ഇവിടെ വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കുമ്പോൾ ഞങ്ങൾ LDF-നെ പിന്തുണയ്ക്കുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിനാണ് LDF-നെ പിന്തുണയ്ക്കേണ്ടത്? കേരളത്തിലെ സവർണ സംവരണം, സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയതിൻ്റെ പേരിലാണോ LDF-നെ പിന്തുണയ്ക്കേണ്ടത്? അല്ലെങ്കിൽ കേരളത്തിലെ ആദിവാസികളുടെ അർഹതപ്പെട്ട ഭൂമി അവർക്ക് വിതരണം ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരിലാണോ ഞങ്ങൾ പിന്തുണയ്ക്കേണ്ടത്? കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ അത് ഞങ്ങൾ മിണ്ടാതിരിക്കണോ? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി പിന്തുണയല്ല. യഥാർത്ഥ പ്രശ്നം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ജനങ്ങൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ, ജനവിരുദ്ധമായ നിലപാടുകളിൽ അത് ഇന്ന് വരെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ വിജയം, ഈ വിജയത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചത് വെൽഫെയർ പാർട്ടിയല്ല. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച ഘടകകക്ഷിയുടെ CPIയുടെ നേതാവ് സുനിൽകുമാറാണ്. ആ ആരോപണത്തിന് ഇന്ന് വരെ കൃത്യമായൊരു മറുപടി പറയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ സംഘപരിവാറിനെ കേരളത്തിലെ പോലീസിനെയും ആഭ്യന്തര ഭരണത്തെയും അടിയറ വെച്ചതിനെ കുറിച്ച് കൃത്യമായൊരു മറുപടി പറയാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ടോ? ശരി, ഇതൊന്നും മറുപടി ജോസഫ് ജോൺ, നിങ്ങൾ ജനകീയ വിഷയങ്ങൾ, ജനങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ ആത്യന്തികമായി നിങ്ങളുടെ ആദർശം എന്താണ്? മതരാഷ്ട്രവാദമാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്നത്. അത് ബലിയഴിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംവിധാനമില്ല. അപ്പോൾ അതാണ് ആത്യന്തികമായുള്ളത്. പക്ഷേ നിങ്ങൾ ഈ മറ്റ് വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങളിലേക്ക് അത് ഏറ്റെടുത്തുകൊണ്ട് അതിലേക്ക് കടന്നു കയറി രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യത്തിലാകുന്നത് നിങ്ങളുടെ ഒരു ദുരുദ്ദേശമാണ്. നിങ്ങൾക്കതിന് പിന്നിൽ ആത്യന്തികമായി മറ്റൊരു ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യമാണ് CPM ആവർത്തിച്ച് പറയുന്നത്. എന്തൊരു തമാശയായി പറയുന്നേ! കടന്നു കയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ രാജ്യത്ത് ജനാധിപത്യപരമായി ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. ജനങ്ങളുടെ പ്രശ്നങ്ങളല്ലാതെ പിന്നെ ആരുടെ പ്രശ്നങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്? ഇവിടുത്തെ അടിച്ചമർത്തപ്പെടുന്ന സാമൂഹ്യ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ വെൽഫെയർ പാർട്ടി ഏറ്റെടുക്കും. ഇവിടുത്തെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ വെൽഫെയർ പാർട്ടി ഏറ്റെടുക്കും. ഈ സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും നീതി നിഷേധിക്കപ്പെടുന്ന ജാതി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ വെൽഫെയർ പാർട്ടി ഏറ്റെടുക്കും. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ മുഖ്യ ശത്രു CPM അല്ല, ഞങ്ങളുടെ മുഖ്യ ശത്രു സംഘപരിവാറാണ്. ഞങ്ങൾ ദേശീയ തലത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് സംഘപരിവാറിനെതിരായിട്ടാണ്. അപ്പോൾ സംഘപരിവാർ വിരുദ്ധമായ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് അത് ജനങ്ങളുടെ വിഷയത്തിലേക്ക് കടന്നു കയറുന്നൊക്കെ ആരോപണപരമായ രീതിയിൽ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു തെറ്റായ വിലയിരുത്തലാണ്, കാഴ്ചപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു പാർട്ടിയുമായിട്ട് ഞങ്ങൾ അതെ, നിങ്ങളുടെ വോട്ട് സ്വീകരിക്കുന്നവരും നിങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. അതൊന്നും തെറ്റായ രീതിയാണ്. വോട്ട് സ്വീകരിക്കുമ്പോൾ ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതൊന്നുമല്ലല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങൾ UDF-ലെ ഘടകകക്ഷിയല്ലല്ലോ. ഞങ്ങൾ UDF-നെ ഈ ഘട്ടത്തിൽ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിന് ഞങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണ് എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പലകുറി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങളെ വിമർശിക്കുന്ന UDF-നെ പിന്തുണ കൊടുക്കുന്നു എന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPM പോലും അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ ആവർത്തിക്കേണ്ട. ഒരുപാട് ദിവസങ്ങളായിട്ട് കേരളത്തിലെ വലിയ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സമസ്തയിൽ തന്നെ 2 പ്രതികരണം വരുന്നു. അത് നിങ്ങൾ ഉണ്ടാക്കിയ ഭിന്നിപ്പാണ്.
ലീഗിന് കിട്ടുന്ന സമസ്ത അതിനെ രണ്ടാക്കുന്നു. ഇത് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം രാഷ്ട്രീയത്തിലേക്ക് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കുകയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? UDFിൻ്റെയും LDFിൻ്റെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഞങ്ങൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് UDFിലെ ഘടകകക്ഷികൾ, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ആ സ്ഥാനാർത്ഥി അവർ അംഗീകരിക്കുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന CPMൻ്റെ പ്രതിനിധി അവകാശപ്പെടുന്നത് പോലെയല്ല അദ്ദേഹം ഉന്നയിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഒരൊറ്റാളും വിശ്വസിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ഒരു സഖാവ്, ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും CPM എന്ന് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാതെ വോട്ട് ചെയ്യാൻ പോകുന്നു വിചാരിക്കുന്നുണ്ടോ? പക്ഷേ താങ്കൾ ഒരു കാര്യം പറയണം. ഇപ്പോൾ നിങ്ങൾ തൃണമൂൽ കോൺഗ്രസിന് പിന്തുണ നൽകി പ്രതികരിക്കൊന്നും വേണ്ട. പക്ഷേ PV അൻവർ ഈ വിഷയമൊക്കെ താങ്കൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തുടക്കത്തിൽ ഉന്നയിച്ചല്ലോ. PV അൻവറിന് നിലമ്പൂരിൽ ഒരു സഖാവിനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് CPM ആവർത്തിച്ചു ചോദിക്കുന്നത്. ഇപ്പോൾ അരുൺകുമാർ ഇന്നും ചോദിച്ചു. PV അൻവർ ഞങ്ങളുടെ മുന്നിലുള്ള വിഷയമല്ല. PV അൻവർ ഇവിടെ ഉണ്ടായിരുന്നത് LDFിൻ്റെ സ്വതന്ത്രനായ MLA ആയിട്ടാണ്. LDF പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം മത്സരിച്ചത്. 2 തവണയും മത്സരിച്ച് വിജയിച്ചത് LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ്. എന്ന് വെച്ചാൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവർ ഇവിടെ അതിന് പകരം സ്വരാജ് വന്നിരിക്കുന്നു. ഞങ്ങൾ നേരെ മറുപക്ഷത്താണ്. ഞങ്ങൾ UDFിനാണ് പിന്തുണയ്ക്കുന്നത്. അപ്പോൾ LDFും UDFും തമ്മിലുള്ള മത്സരത്തിൽ PV അൻവറിൻ്റെ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നിട്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഞങ്ങൾ UDFിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അതേസമയം PV അൻവർ MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഉന്നയിച്ച ഈ ഭരണകൂടത്തിനെതിരായിട്ട്, കേരളത്തിലെ സർക്കാരിനെതിരായിട്ട്, കേരളത്തിലെ പോലീസിനെതിരായിട്ട്, കേരളത്തിലെ പോലീസിന്റെ സംഘവൽക്കരണത്തിനെതിരായിട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന രീതിയിലേക്ക്, വർഗീയതയിലേക്ക് ഈ പ്രശ്നത്തെ വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നത് CPM ആണ്. അപ്പോൾ CPMനോടായാലും കേരളത്തിലെ ജനങ്ങളോടായാലും ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നത് UDFിൻ്റെ ആവശ്യമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. വെൽഫെയർ പാർട്ടി ഇത്രയും കാലം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടി ഇത്തവണ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നത്. അതിലൊരു തർക്കവുമില്ല. അരുൺകുമാർ, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് CPM കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് എടുത്തിരുന്ന സമീപനം നമുക്കറിയാവുന്നതാണ്. അന്ന് ലീഗിന് സ്വാഗതം എന്ന പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറഞ്ഞിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പിന്നീട് സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കി ഒരു വിഭാഗത്തെ കൂടെ കൂട്ടാനുള്ള ശ്രമം നടത്തി. അപ്പോഴും മുസ്ലിം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഞങ്ങളാണ് ഏറ്റെടുക്കുന്നത് എന്ന രൂപത്തിൽ ആദ്യം ഏറ്റെടുത്തുകൊണ്ട് ആ രൂപത്തിൽ പിന്തുണ നേടാനുള്ള ശ്രമം നടത്തി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്തില്ല. കിട്ടിയിരുന്ന ഭൂരിപക്ഷ വോട്ടുകളാകട്ടെ അത് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സമീപനമാണോ ഇപ്പോൾ സ്വീകരിക്കുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് ലീഗിൻ്റെ ബുദ്ധി കേന്ദ്രം, ലീഗിനെ ബുദ്ധി ഉപദേശിക്കുന്ന പോലും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന രൂപത്തിലുള്ള പ്രതികരണം ഇപ്പോൾ നേതാക്കൾ നടത്തുന്നത് അതുകൊണ്ടാണോ? ഇവിടെ ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞതെല്ലാം പച്ചക്കള്ളാണ്. ഏറ്റവും ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇവിടെ ആശാ വർക്കേഴ്സിൻ്റെ ആളുകൾ, പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നിലമ്പൂര് വന്ന ദിവസം മുഖ്യമന്ത്രി ഒരു ഉത്തരവിൽ ഒപ്പിട്ടു. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൻ്റെ ശമ്പളം കൂട്ടിയെന്ന. ഞാൻ അതിൻ്റെ ഉത്തരവ് സ്മൃതിക്ക് അയച്ചിട്ടുണ്ട്. ആ ഉത്തരവ് ഏപ്രിൽ മാസത്തിലുള്ളതാണ്. കഴിഞ്ഞ ബജറ്റ് ചർച്ചയുടെ ഭാഗമായിട്ടുള്ള നിർദ്ദേശമാണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ ഇത്തരത്തിലുള്ള താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം 5% വർദ്ധിപ്പിക്കും, അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കും. അത് ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെട്ടതാണ്, ബജറ്റ് നിർദ്ദേശമാണ്. അതിൻ്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിലാണ് ആ ഉത്തരവ് ഇറങ്ങിയത്. ഏപ്രിൽ 9 ആ ഉത്തരവ്. അതാണ് മെയ് മാസം 25 പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിൽ ആശാ വർക്കേഴ്സ് മണ്ഡലത്തിൽ ഇലക്ഷൻ വർക്കിന് വരുന്ന ദിവസമാണ് ഉത്തരവ് ഒപ്പിട്ടതെന്നൊക്കെ പച്ചക്കള്ളം. ആ VD സതീശൻ പത്രസമ്മേളനം നടത്തി ഓരോ ദിവസം പറയുന്നത് ചാനൽ ചർച്ചയ്ക്ക് വരുന്ന പ്രതിനിധികൾക്ക് എഴുതി കൊടുക്കും. ഒരു ഫാക്ട് ചെക്ക് നടത്താതെ വന്നങ്ങ് വിളമ്പും. അത് കാണുക. എന്നിട്ട് പറയുന്നത് എന്താ? 63 ലക്ഷം രൂപ ശമ്പളം, 12 സ്റ്റാഫിന് വേണ്ടി 6 ലക്ഷം രൂപയാണ് ശമ്പളം. അതാണ് 10 ഇരട്ടിയായി. VD സതീശനിസം എന്ന് ഭാവിയിൽ പറയും. എന്ത് കാര്യവും 10 ഇരട്ടിയാക്കി പറയുന്നത്. തൊട്ടടുത്ത് സിദ്ധരാമയ്യ കർണാടകത്തിൽ ഏകദേശം 84 ലക്ഷം രൂപ ഒരു മാസം കൊടുക്കുന്ന സ്ഥലത്താണ് ഇവിടെ 6 ലക്ഷം രൂപ കൊടുക്കുന്നത്. അതിന്റെ 15-1
അതിനാണ് ഇത്ര നുണ പറയുന്നത്. പക്ഷേ അത് എല്ലാ ആശമാരുടെ സമരം കാര്യത്തിലും അതേ തുടങ്ങുന്ന നുണ. സമയത്ത് കാശ്മീരിലെ PSC കീറി അംഗങ്ങളുടെ മുറിച്ചപ്പോൾ ശമ്പളം CPM കുറിച്ചോ നിലപാടെടുത്തതും ഇതേ രൂപത്തിൽ താങ്കൾക്ക് വിശദീകരിക്കാൻ പറ്റുമോ? ഞാൻ പറയാം, ഇത് അല്ല ഒറ്റ മിനിറ്റ് ഒക്കെ കൃത്യമായിട്ട് പറയും. ഇവിടെ വന്ന ചോദ്യത്തിന് ആദ്യം മറുപടി പറയട്ടെ. താങ്കൾ സമയം തന്നാൽ ഞാൻ പറയാം. കാശ്മീരിനെ കീറി മുറിക്കുമ്പോഴും മുത്തലാഖ് പരിഷ്കരണ നിയമത്തിൽ ഞങ്ങൾ CPM നിലപാട് സ്വീകരിക്കുമ്പോഴും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും നിലപാട് സ്വീകരിക്കുമ്പോഴും ബുൾഡോസർ രാജിനെതിരെ CPM ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭം നടത്തുമ്പോഴും ആ ബുൾഡോസറിന്റെ മുകളിൽ കയറി നിന്ന് വൃന്ദാക്കാരായിട്ട് സമയം നടത്തുമ്പോഴും പോരാട്ടം നടത്തുന്നതും ഒരു തെരഞ്ഞെടുപ്പ് അല്ലല്ല ഒരകത്തും വന്നിട്ടില്ല. ഈ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ആളാ ഞാൻ. ഈ പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാ. ഞാൻ അറിയാത്തൊരു വിവരം താങ്കൾ അറിയില്ലല്ലോ. പാർട്ടിക്ക് അകത്ത് ഒരകത്തുമില്ല പുറത്തുമില്ല. പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ഉജ്ജ്വലമായ സമരം ഡൽഹിയിൽ അടക്കം ഞങ്ങൾ നടത്തിയതാ. ആ ബിൽക്കീസ് ബാനുവിന്റെ കേസിലെ പ്രതികളെ മോചിപ്പിച്ചതും സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയ ഏക പാർട്ടി CPM ആ. അത് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലും സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി. അത് കൈപ്പറ്റാതെ സമരം നടത്തി. അത് പോരാട്ടം നടത്തി. അത് റദ്ദ് ചെയ്യിച്ച പാർട്ടിയാ CPM. ഇവിടെ ഒന്നും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ മലപ്പുറത്ത് വന്ന് നടത്തിയ വർഗീയ പ്രസംഗത്തിൽ ഇതേ ശക്തിയിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള ചർച്ചകൾ പാർലമെന്റിനകത്ത് നടക്കുമ്പോൾ ബിരിയാണി ചെമ്പ് നക്കാൻ പോയതാണ് ലീഗിന്റെ MPമാർ. വിമാനം കിട്ടിയില്ല, കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയി എന്ന് പറഞ്ഞതാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ച. ഇതൊക്കെ പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര നുണ പറഞ്ഞാലും ആ നുണ പറയുന്ന സതീശനിസം ഇവിടെ ചെലവാകില്ല. ഇവിടെ സോഷ്യൽ മീഡിയയുടെയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലെല്ലാം വളരെ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം വന്ന് പറഞ്ഞല്ലോ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതിനിധി, അദ്ദേഹം എന്താ പറഞ്ഞത്? തൃശൂർ വിജയം എക്സ്പ്ലെയിൻ ചെയ്തില്ല. മിസ്റ്റർ 86,650 വോട്ട് കൃത്യമായി കോൺഗ്രസ് BJPക്ക് കൊടുത്തപ്പോ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചു. അതിന് ഇനി എന്ത് ഇതിലും വലിയ എക്സ്പ്ലനേഷൻ എന്താണ് താങ്കൾക്ക് വേണ്ടത്? താങ്കൾ ഇപ്പൊ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പാർട്ടി BJPക്ക് കൊടുത്തു. ഈ പ്രതിസന്ധി സുനിൽകുമാറിന് കൃത്യമായി ബോധ്യമായി. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് കുറയുമ്പോഴും 15,000 വോട്ട് സുനിൽകുമാറിന് കൂടുതൽ കിട്ടി, LDFന് കൂടുതൽ കിട്ടി. ആ വോട്ട് കച്ചവടം ഇപ്പോഴും നിങ്ങൾ എല്ലാ ഇലക്ഷനും നടത്തുന്ന കച്ചവടം. രണ്ടാമതൊരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ മുഖ്യ ശത്രു ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖ്യ ശത്രു സംഘപരിവാറാണ്. എന്താ കാശ്മീരിലെ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടല്ലോ യൂസഫ് തരിഗാമിക്കെതിരെ ജമാഅത്ത് ഇസ്ലാമി കാശ്മീരും BJPയും ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തിയേ. അവിടെ സംഘപരിവാറിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മടിയൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ലക്ഷ്യം CPMനെ തകർക്കുക, ഇടതുപക്ഷത്തെ തകർക്കുക. അത് എന്താണ് കാരണം? മതരാഷ്ട്ര നിർമ്മിതിക്ക് ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നതും അതിനെതിരെ എന്നും നിലപാട് സ്വീകരിക്കുന്നതും വർഗീയതയ്ക്ക് ബദൽ വർഗീയതയല്ലെന്നും മാനവികതയും മനുഷ്യ സ്നേഹമാണെന്ന് മഹത്തായ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന CPM ആണ്. ആ CPMനെ തകർക്കാൻ ഇപ്പോ എല്ലാ വർഗീയ ശക്തികളും കൂട്ടുകൂടി അതുകൊണ്ട് നുണപ്രചരണങ്ങളെയൊക്കെ അതിനുള്ള തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഒരു സംശയം വേണ്ട. ഷിബു മീരാൻ മറുപടി നൽകാം. അരമിനിറ്റ് ഞാൻ ഒരു കാര്യം പറയാൻ സ്മൃതി. അവസാനം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഈ സ്വന്തം പാർട്ടി കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വന്നവൻ ഔട്ടാവുന്നത് ഇപ്പോൾ അലമ്പുണ്ടാക്കുന്ന പോലെ അലമ്പുണ്ടാക്കരുത്. അദ്ദേഹം പറയുമ്പോൾ ഞാൻ നിശബ്ദനായിരുന്നു, ഞാൻ പറയുമ്പോൾ ഈ സമയം അദ്ദേഹം നിശബ്ദനായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കണം. പൗരത്വ നിയമ ഭേദഗതിയെ പാർലമെന്റിൽ ലീഗ് എതിർത്ത പോലും പച്ചക്കള്ളം. നിങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയരുത്. ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയും അന്ന് പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും അന്ന് പാർലമെന്റിൽ നേർക്ക് നേരെ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നത് ലോകം കണ്ടതാണ്. ആ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ഹർജികൾ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ മുൻപാകെ വന്നപ്പോൾ ഇന്ത്യയുടെ സുപ്രീം കോടതി ആ കേസിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. ജഹാംഗീർപുരിയിൽ ഇപ്പൊ ഇതുപോലെ വൃന്ദാക്കാരായിട്ട് പോയ കഥ പറയുന്നുണ്ടല്ലോ. ജഹാംഗീർപുരിൽ മാത്രമൊന്നല്ല കേട്ടോ, മധ്യപ്രദേശിലെ പിന്നെന്താണ് കരൗലി, രാജസ്ഥാനിലെ കരൗലിയിൽ, മധ്യപ്രദേശിലെ കാർഗൌണിൽ, അതേപോലെ തന്നെ ഡൽഹിയിലെ ജഹാംഗീർപുരിൽ. ഇതൊന്നും ഞാൻ പത്രത്തിൽ വായിച്ചിട്ട് പറയല്ല CPMന്റെ പ്രതിയോട്. ഈ ഇടങ്ങളിലൊക്കെ ലീഗിന്റെ MPമാർ നേരിട്ട് സന്ദർശനം നടത്തിയപ്പോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിൽ സംഘപരിവാറിന്റെ ബുൾഡോസർ ഇറങ്ങിയ ഒരിടത്ത് പോലും ഞങ്ങൾ നിശബ്ദത പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ മനുഷ്യരെ പരമാവധി ചേർത്തു പിടിച്ചത് ഞങ്ങളാണെന്ന് മറ്റാരെക്കാളും അഭിമാനബോധത്തോടെ ഞങ്ങൾക്ക് പറയാം. ഉളുപ്പ് വേണമെന്ന് പറയണില്ല, പക്ഷെ ഉളുപ്പില്ലാണ്ട് വളപ്പില് നിങ്ങളൊന്ന് കേറുന്നത് നന്നാവും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉളുപ്പ് വേണം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. പ്രചാരണങ്ങളും പ്രതികരണങ്ങളും നിങ്ങൾക്ക് തുടരാൻ വലിയ സമയമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം. വളരെ നന്ദി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് സാജിദ് ബാബു, M ജോസഫ് ജോൺ ചർച്ചയിൽ പങ്കെടുത്തതിന്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.